കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇതിനകം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് ആരെ കൂടിയാ ഈ നിൽക്കുന്നത്? ഇടവും വലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ? എന്ത് മോട്ടിവേഷനും മുറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ CPM-ന്റെ DYFI-യുടെ ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? ദയവീതി നാടിന്റെ സമാധാനം ഇനിയും കെടുത്തരുത്. ഇപ്പൊ തന്നെ കണ്ണീരിലാണ്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പൊ ഈ മരണപ്പെട്ടതും ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാണല്ലോ. ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് CPM നേതൃത്വം ഒന്ന് നിർത്തണം. 7-ൽ 6 നിയോജകമണ്ഡലം നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ഞങ്ങൾക്കുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനി ബോംബ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫർദർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താ CPM നേടാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്.